ഫ്ലവേഴ്സ് അക്ക പൊന്നോണ കാഴ്ച 2025 സെപ്റ്റംബർ 28-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ സബീൽ ഹാൾ 4 and 5-ൽ. പറഞ്ഞ അടയാളം വെച്ചിട്ട് ഇത് തന്നെയാണെന്നാ തോന്നുന്ന വീട്. എന്തുവാണെങ്കിലും പുള്ളിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഓ ഹലോ ഹലോ. ആ ഗുരുക്കളെ, പറഞ്ഞോ. ഞാൻ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എത്തിയോ? ആ ആരെല്ലാം കണ്ടോ അവിടെ? ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. വരും, വിളിച്ചാ മതി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ബാധയെ പിടിക്കുന്ന ഒഴിപ്പിക്കുന്നതൊക്കെ. അത് കുഴപ്പമില്ലെന്നേ. മൈക്രോ ഫിനാൻസുകാർ വീട്ടിൽ വന്നിരിക്കുന്നതുകൊണ്ട് കാശടക്കാൻ പണിയില്ലാത്തതുകൊണ്ട് ഈ പരിപാടി ഞാൻ പിടിച്ചത്. അതെനിക്കറിയത്തില്ലയോ? ആകപ്പാട് എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കർക്കിടക വാവിന് നിങ്ങളുടെ കൂടെ ബലിയിടാൻ വന്നപ്പോ ചോറ് പിടിച്ചു വെച്ച എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അത് മതി. അത് ഞാൻ വേറെ കഞ്ചിട്ടെ ഇതെങ്ങനെ പൊളിഞ്ഞു പോയാൽ വന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഒന്നും പൊളിയത്തില്ല, നീ പേടിക്കണ്ട. എനിക്ക് ഹരിദ്വാരിൽ ഹോമം ഉള്ളതുകൊണ്ടല്ലോ ഞാൻ ഇവിടെ പോയത്. അതുകൊണ്ടല്ലോ നിന്നെ അങ്ങോട്ട് വിട്ടത്. അതാണ് ഞാൻ അറിഞ്ഞത് ഹരിപ്പാട് ഏതോ ഹോമി പെട്ട് കിടക്കാന്നാണല്ലോ. എനിക്ക് അവിടെ ട്രെയിൻ അങ്ങനെ നടക്കട്ടെ നടക്കട്ടെ, ഞാൻ അറിയുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാത്? ആരാ ഇത്? ആളെ വിളിച്ചു വരുത്തിട്ട് ഇവിടെ നിന്ന് ഉറങ്ങുവാന്നോ? ഉറങ്ങിയതൊന്നുമല്ലോ. താൻ എന്റെ അടുത്ത് പറയുമ്പോ തിരിച്ചെന്ത് പറയണോന്ന് ഓർക്കുകയായിരുന്നു. അത് ശരി. ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ല. അല്ല, ഇവിടെ നിന്നല്ലേ വിളിച്ചത്? അത് ഇവിടെ നിന്നാന്നോ വിളിച്ചത് അവിടെ നിന്നാന്നോ വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. വിളിച്ചത് കേട്ടോണ്ടാ ഞാൻ അകത്തു ഇങ്ങോട്ട് വന്നത്. ഇന്നലെ ബാധ കേറിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവിടെ നിന്നാണോ എന്നെ വിളിച്ചതെന്നാ ചോദിച്ചത്. അത് ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ നിങ്ങളെ അല്ലല്ലോ വിളിച്ചത്, വേറെ ആളെയായിരുന്നു. അതെന്റെ ശിഷ്യനാ. അതാരാ? അവൻ ഹരിദ്വാരം വരെ പോയിരിക്കുക. എവിടെ ദ്വാരത്തില? അയ്യോ, ഹരിദ്വാരില്. അവനെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത പണിക്ക് എന്നെ വിടാറുള്ളൂ. അങ്ങനാന്നോ? അത് ശരി. പേരെങ്ങനായിരുന്നു? എന്റെ പേര് ചടയൻ ഗുരുക്കൾ. പേരടാ ഇത്. അല്ല, ഞാൻ ഈ പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വലിയ ലുക്കും വലിയ എന്തൊക്കെ സംഭവം ഉള്ള ഒരാളായിരിക്കും. ഇതൊരുപാട് തെരുവ് സർക്കസുകാരൻ്റെ കൂട്ട്. എടോ, ബാധ ഒഴിപ്പിക്കാൻ മതി എന്ന് പറഞ്ഞ ഫാഷൻ ഷോ നടത്തുമല്ലോ ഇവിടെ. അല്ല, സെലക്ട് ചെയ്ത ആളെ എടുക്കാൻ. എന്റെ ലുക്ക് വെച്ചിട്ട് ഈ ലുക്കൊക്കെ മതി. നിങ്ങൾ നേരത്തെ ഒഴിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വളവിലൊരു കാടില്ലേ, അവിടെ ഇന്ന്. എന്തുവാ? മൂത്രം ഒഴിക്കുന്ന കാര്യമല്ലേ? മൂത്രം ഒഴിച്ച കാര്യമല്ലെന്ന്. ഈ ബാധ ഒഴിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു. ബാധ ഒഴിപ്പി. അത് ശരി. എന്റെ അടുത്ത കളി. അതെ, ഒരു വട കിട്ടൂ. വന്ന് കേറിയതല്ലേ ഉള്ളോ, വടയും ചായ ഒക്കെ പിന്നെ തരാം. അയ്യോ, എനിക്കല്ല, പിന്നെ ഇവക്ക. അതാരാ? വടയക്ഷി. ഏടക്കണക്ക് വട ചോദിക്കും, കൊടുത്തില്ല സീനാകും. തോപ്പും പടി ഒരു വീട്ടിൽ അടുക്കളന്ന് പിടിച്ചതാ എന്നെ. അല്ല, ഇവളെ. ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഇവളുമാരെ പിടിച്ചോണ്ടാ പോ. അത് ശരി. ഇതില്ല വാവാസുരേഷ് പാമ്പിനെ ചാക്കിനകത്ത് പിടിച്ചോണ്ട് പോകുന്നല്ലോ. അങ്ങനെ ഞാൻ യക്ഷിയെ പിടിക്കുന്നു. അത് സാധാരണ ഞാൻ കണ്ടത് ഈ കുടത്തിനകത്ത് അടച്ചിട്ട് ഇങ്ങനെ കൊണ്ട് ഒഴുക്കി വിടുവല്ലോ. ഏടോ, കുടത്തിനകത്ത് യക്ഷിയെ പിടിച്ച് ഇടാൻ പാടില്ല. ഇവർക്ക് ശ്വാസം മുട്ടും. ഈ ചാക്കിനകത്താകുമ്പോഴത്തേക്ക് ഇവർക്ക് ശ്വാസവും വിടാൻ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. അത് ശരി. നിങ്ങൾ വേറെ എവിടേക്കാ ഒഴിപ്പിക്കാൻ പോയിട്ടുള്ളത്? കഴിഞ്ഞ മാസം അമേരിക്കയിൽ ഞാനൊന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി പോയി. അമേരിക്കയിലൊക്കെ പ്രേതങ്ങളുണ്ട്. എടോ, മനുഷ്യന്മാരെവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ പ്രേതങ്ങളുണ്ട്. അമേരിക്കയിൽ ഒരു വലിയ കാശുകാരന്റെ വീട്ടിലാണ് ഞാൻ പോയത്. ഒരു സായിപ്പ, പേര് രായപ്പൻ. രായപ്പൻ എന്നിട്ട് സായിപ്പൻ ആരെങ്കിലും പേരിടും? എന്റെ സായിപ്പിന് രായപ്പാന്ന് പേരിട്ട എന്താ കുഴപ്പം? അയാളുടെ ഭാര്യ മദാമ്മയുടെ പേരെന്താ? രായമ്മ. അത് ശരി. ഏടോ, രായപ്പാന്ന് രായമ്മന്നൊക്കെ പേരിടും. കാശിന്റെ ആയിട്ട് കാര്യമില്ല. ഞാൻ നേരെ ഈ അമേരിക്കയിലെ വീട്ടിൽ ചെന്ന് കഥക് ചവിട്ടി പൊളിച്ച് ഈ പെണ്ണുമ്പുള്ളിയുടെ അടുത്തോട്ട് ചെന്ന് എന്നിട്ട് ഇവരുടെ മേത്ത ബാധ കയറിയിരിക്കുന്നു. ഞാൻ ബാധയോടെ ഒറ്റ ഡയലോഗ് ആയിരുന്നു. എന്തുവായിരുന്നു? വെളിക്കിറങ്ങടിയുന്നു. അമേരിക്കയിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെയൊക്കെയാന്ന് പറയണ്ടേ? എന്താ അങ്ങനല്ല പറയേണ്ടത്? എന്ത്? ബാത്റൂം. ഏടോ, അതല്ലെന്ന്. വെളിക്കിറങ്ങാൻ പറഞ്ഞ പ്രയത്നം പറഞ്ഞ വെളിയിലോട്ട് ഇറങ്ങി പോകാനാ. എന്നിട്ട് ഇറങ്ങിയോ? എവിടെ? ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ട് ഈ പുല്ല് ഇറങ്ങിയില്ല. എന്നിട്ട് ഇത് അമേരിക്ക അല്ലേ, മലയാളം അറിയില്ലടാ ഈ പ്രയത്തിന്. അതുകൊണ്ടാ അവസാനം ഞാൻ 1.5 മാസം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചിട്ടാ ഇതിനെ ഇറക്കിക്കൊണ്ട് വന്നു. അതുവരെ എന്തോ ഇത് പ്രേതം അവിടെ തന്നെ ഇരുന്ന് ഞാൻ എന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ച് കൊടുത്ത് പേടിച്ച് അവിടെ ഇരുന്ന് അവസാനം ഈ പ്രേതം എനിക്കൊരു ബാധയായി. അതങ്ങനല്ലയോ, പ്രേതമാണല്ലോ ഈ ബാധ. അതല്ലെന്ന്. ഈ പുല്ലിനെ അവിടെ അമേരിക്കയല്ലേ കാര്യം. ഇതിനെ ഞാൻ വെളിയിലിറക്കി തളക്കാനായിട്ട് നോക്കിയപ്പോ അമേരിക്ക പാല ഇല്ല. അതെങ്ങനെ പാല അമേരിക്ക വരുന്നത്? പാല കോട്ടയത്തില്ലയോ? എടോ, അതല്ലെന്ന്. പാലമരം അമേരിക്കയിൽ ഇല്ലെന്ന്. ഈ പാലമരത്തെ തന്നെ അടിച്ചു കയറ്റണമെന്ന് ഇത്ര നിർബന്ധം? ഇയാളെന്താ ഈ പാലയെ തന്നെ പിടിച്ച് തൂങ്ങുന്നത്? അത് വിട്. അവസാനം അമേരിക്ക പാല ഇല്ലാത്തോണ്ട് ഇതിനെ കൊണ്ട് ഞാൻ സൗദിയിലേക്ക് പോകുമായിരുന്നു.
ഫ്ലൈറ്റ് കയറിയപ്പോ ഈ പ്രേതമാണ് എന്റെ കൂടെ കയറാതെ ഫ്ലൈറ്റിനേക്കാൾ മുമ്പേ പറക്കുന്നത്. അതെന്താ? പറക്കാൻ കഴിവുണ്ടെന്നുള്ള അഹങ്കാരം. ഓ അത് ശരി. അവസാനം ഞാൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോ എന്തുവാ ഈ യക്ഷി ഫ്ലക്കാർഡും പിടിച്ച് നിൽക്കുവാ. എങ്ങനെ? ചടയം കുരുക്കൾക്ക് സ്വാഗതം. പോയോ? ഞാൻ നേരെ യക്ഷിയുമായിട്ട് പനമരത്തെ വലിച്ചു കയറി. അയ്യോ, ഇതുപോലെ ആക്രാന്തമുള്ള യക്ഷി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പൊന്നെ, ഈന്തപ്പഴം കുരുവടക്കം തിന്നുന്നു. അയ്യോ, വിശന്നിട്ടായിരിക്കും. അവസാനം ഞാൻ പനക്കത്തായിപ്പോടോ. ഇതാണ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. എന്നിട്ട് എന്തോ അറബികളെല്ലാം മനസ്സും പറയാ പനവാടം പനയിൽ ഇരിക്കുന്നെന്നും പറഞ്ഞ് ചെരുപ്പിനെറിഞ്ഞ് ഇടുകാരൻ തന്നെ. അത് മാത്രമോ, ഇവരെന്നെ തറയ്ക്കാൻ നോക്കിയെന്ന്. ഇത് കണ്ടോ, ആണിയടിച്ച് കയറ്റിയതാ. അത് ശരി. അതിനുശേഷം ഈ അമേരിക്കയിലൊന്നും പോയി ഞാൻ ഈ പരിപാടിക്ക് പോയിട്ടില്ല. ഇതൊക്കെ കേൾക്കുന്ന ഇതൊക്കെ എന്തൊരു സംഭവമാണ്. നിങ്ങൾ വലിയൊരു സംഭവമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, തന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാ? എന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല പ്രശ്നം. നമ്മൾ ഇവിടെ വേറൊരു പയ്യനെ ഏൽപ്പിച്ചേക്കോ, അമ്പാടി എന്ന് പറയും. അവനായി ബാക്ക്ഗ്രൗണ്ട്. അതല്ലെന്ന്. ഇത്രയും നേരം താൻ എവിടെ ആയിരുന്നു നീ ചോദിക്കുന്നത്? ഇത്രയും നേരം ഞാൻ അപ്പുറത്തേക്കുമായിരുന്നു. ഇപ്പോൾ ഇല്ലിഞ്ചോട്ട് വന്നേ. ചേടാ, ഇതെന്ത് കഷ്ടമാന്ന് പറ. അതല്ലടോ, പിന്നെ താൻ ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എനിക്ക് ഒഴിപ്പിക്കാൻ പറ്റൂ. അതാണോ ചോദിച്ചേ? ഞാൻ കുറച്ചു കാലം അങ്ങ് ലണ്ടനിലായിരുന്നു. അവരുടെ നോട്ടപ്പള്ളിയായിരുന്നു ഞാൻ. ഓ, അത് ലണ്ടനിലല്ല, ആലപ്പുഴയ്ക്ക് അപ്പുറമാ. എന്തുവാ? തോട്ടപ്പള്ളി. തോട്ടപ്പള്ളിയല്ല, ഞാൻ അവരുടെ നോട്ടപ്പള്ളിയായിരുന്നു. ഓ കള്ളൻ. അവരുണ്ടല്ലോ, ഒരു ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോ എന്റെ വീടിന്റെ മുറ്റത്ത് തോന്നി എല്ലാരും കൂടെ കൂടി എന്നിട്ട് എന്നോട് പറയുവാ ഈ രാജ്യം വിട്ട് പോകാനായിരിക്കും. അല്ല, ഞാൻ അവരുടെ പ്രധാനമന്ത്രി ആവണം. ഞാൻ പറഞ്ഞു, സുഗുണ എനിക്കിത് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവനൊരു വള്ളത്തേലോട്ട് കയറ്റി വെച്ച ഒറ്റ തള്ളായിരുന്നു. ഇവനെന്നെ തള്ള സഹിക്കാം, ഇതാ സഹിക്കാൻ പറ്റാത്ത. അതൊക്കെ പോട്ടെ, എന്നെ വിളിച്ചു വരുത്തി എന്തിനാ? വിളിച്ചു വരുത്തി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ മോക്കൊരു അതിന് രക്തചന്ദനം അരച്ച് തേച്ച അങ്ങ് മാറിയ. എന്തുവാ? മുഖക്കുരു അല്ലെന്ന്, എന്റെ മോക്കൊരു ബാധ കൂടിയിട്ടുണ്ട്. മൂക്കിനകത്തല്ല, കണ്ണിനകത്ത് കയറി ഇരുന്നാലും ബാധയെ ഞാൻ ഇറക്കും. കണ്ണിനകത്തിലും മൂക്കിനകത്തിലും അല്ലേ, എന്റെ മോടെ ദേഹത്ത് ഒരു ബാധ കൂടിയിട്ടുണ്ടെന്ന്. ഓ, തന്റെ മോടെ ദേഹത്ത് ഈ ബാധ കൂടിയെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? ബാധ കൂടിയെന്ന് മനസ്സിലായി എന്തോന്നറിയോ? 2 ദിവസം കൊണ്ട് കൊച്ചു 4 പേരുടെ ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പൊ ബാധയല്ല കൂടുന്നത്, പിന്നെ ഭാരമാ കൂടുന്നത്. ഭാരം കൂടുന്നതല്ലെന്ന്. പിന്നെ വേറെ സംശയങ്ങളുണ്ട്. എന്ത്? ഞാൻ ഈ കൊച്ചിന്റെ മുറിയുടെ അടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്തെ മുറിക്കകത്തിൽ അടക്കം പറയുന്നു. ആദ്യം ഈ കൊച്ചിന്റെ കൂട്ടുകാരുടെ ആരെങ്കിലും മരിച്ചപ്പോ അത് വിളിച്ച് പറഞ്ഞായിരിക്കും. എന്തുവാ അടക്കം പറഞ്ഞെന്ന് പറഞ്ഞു? മരിച്ചടക്കത്തല്ലെന്ന്, അടക്കത്തിൽ സംസാരിക്കുന്നു. ഓ, പിന്നെ ഞാൻ നോക്കിയപ്പോഴോ മുറിക്കകത്ത് ഈ വെട്ടമില്ല, കൊച്ചിന്റെ മുഖത്ത് മാത്രം വെട്ടം. ഓ, പിന്നെ ഇങ്ങനൊരു ശബ്ദവും കേൾക്കാം. മോള് ചാറ്റ് ചെയ്യാന്ന് പോലും അറിയാത്ത കിഴങ്ങനായി. മിക്കവാറും മൈക്രോ ഫിനാൻസിന്റെ ലോൺ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്നു. താൻ പാടോ, ഞാൻ കാണിച്ചു തരാം. സാധാരണ മന്ത്രവാദികളെ പോലല്ല ഞാൻ, സംഭവങ്ങൾ കാണിച്ചു തരാം. കൊറേ സാധനം ഉണ്ടല്ലോ. ഇതെന്തുവാന്ന് മനസ്സിലായോ? ഇല്ല. കാന്താരി മുളക് അരച്ചത്. എന്നാ ഒരു കാര്യം ചെയ്യാം, കപ്പ ഇച്ചിരി കപ്പപ്പുഴുക്ക് കൊടുത്തിട്ട് വരാം, കഴിച്ചിട്ടങ്ങ് ഇരിക്കാം. അയ്യോ, കപ്പ വാട്ടി കഴിക്കാനുള്ളതല്ല, യക്ഷിയുടെ കണ്ണിൽ തേക്കാനുള്ളതാണോ? എവിടെ ഇരുന്നാലും ചാടി വെളി വരും. ഇതെന്തുവന്നറിയാമോ? ഇല്ല. പേപ്പർ സ്പ്രേ. പേപ്പർ കൊണ്ടൊക്കെ സ്പ്രേ ഉണ്ടാക്കി? പേപ്പർ കൊണ്ടല്ലോ, പിന്നെ പേപ്പർ സ്പ്രേ, കുരുമുളക് സ്പ്രേ. ഇത് അടിച്ചു കഴിഞ്ഞാൽ അവൾ എവിടെയാണെങ്കിലും ചാടി വെളി വരും. ഇതൊക്കെ വെച്ചിട്ടൊരു പ്രയോഗം ഉണ്ട് ഞാൻ. അതുകൊണ്ട് മോള് വരുന്നുണ്ട് കേട്ടോ. അത് പോരാ, എനിക്കൊരു അരയെങ്കിലും വേണ്ടി വരും. മോള് തരാന്നല്ലേ പറഞ്ഞത്? മോളല്ലെന്ന്, മോള് വരുന്നുണ്ട്. അമ്പലത്തിൽ പോയാ പറഞ്ഞേക്കുന്നത്. അച്ഛൻ ഇന്ന് പ്രസാദം അച്ഛന് വേണ്ട, കുളിച്ചില്ല. അത് വേണ്ട. ഡാമ്പോ എനിക്ക് മനസ്സിലായോ? പ്രസാദിനെ കാണാൻ പോയിട്ട് വന്ന കാര്യം ഞാനേറ്റേ. ആരാച്ചാരൊന്നുമല്ല, നിന്റെ ദേഹത്ത് നിന്നെ ഒഴിപ്പിക്കാനായിട്ട് വന്നതാ. അയ്യോ, അപ്പൊ കോടതിയിൽ നിന്ന് വന്നതാണോ? എന്ത് ജപ്തി ചെയ്യാൻ വന്നതാണോ? തനിക്ക് കാര്യം മനസ്സിലായോ? ഇതേതോ ജഡ്ജിയുടെ പ്രേതമാ. അതാ ഈ കോടതി എന്ന് പറഞ്ഞത്. അല്ലെ, കോടതി എന്ന് പറയേണ്ട കാര്യം. ഈ കളി ഞാനേറ്റു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. ഉറപ്പിച്ച് വക്കീല് തന്നെ. എടി ജഡ്ജി, ഇപ്പൊ തന്നെ വെളിയിലേക്ക് ഇറങ്ങിയില്ലേ എന്റെ സ്വഭാവം നീ അറിയും. എന്തിന് ഇറങ്ങി പോകുന്നതാ നിനക്ക് നല്ലത്. എന്തിനാ ഞാൻ ഇറങ്ങുന്നത്? ഇറങ്ങുന്ന എന്തിനാന്നോ? എന്നെ വിളിച്ചു വരുത്തി ആരാന്നറിയാവോ? നിന്റെ അച്ഛനാ. സ്വന്തം മകളുടെ ദേഹത്തൊരു പ്രേതം കയറി ഇരിക്കുന്ന അറിഞ്ഞ് വിലപിച്ചോണ്ട് വിളിച്ച മനുഷ്യനായത്. അച്ഛൻ വിളിച്ചതിന്റെ കാര്യമുണ്ട്, അത് ഞാൻ അങ്ങോട്ട്. എനിക്കൊന്നും കേക്കണ്ട. അത് ഞാൻ എനിക്ക് കേക്കണ്ടല്ലേ പറഞ്ഞത്? എനിക്ക് മൈക്രോ ഫിനാൻസ് നടക്കാനുണ്ട്. ഇത് ഒഴിപ്പിച്ചിട്ട് വേണം പൈസയും മേടിച്ചെനിക്ക് അവരെ ഒഴിപ്പിച്ചു വിടാൻ. എന്റെ പൊന്ന് കേക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ഞാൻ പറയാം, ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് എനിക്ക് കേക്കണ്ട. ഇതുവരെ നിന്നോട് സംസാരിച്ചത് ഞാനാ, ഇനി നിന്നോട് സംസാരിക്കാൻ പോകുന്ന എന്റെ ഈ വടിയായിരിക്കും. ഈ വടിയൊക്കെ സംസാരിക്കൂ? ഇങ്ങോട്ട് വന്നേ.
ജഡ്ജി അല്ല ഏതോ മിമിക്രി ആർട്ടിസ്റ്റാ. എന്തുവാ? ആ കൗണ്ടർ അടിച്ചു കണ്ടില്ലോ. അയ്യോ നിങ്ങൾ തിരിച്ചടിക്കേ. ആ എനിക്ക് കൗണ്ടർ തിരിച്ചടിക്കാൻ അറിയത്തില്ല. ഈ വടിക്ക് വേണേ അടിക്കാം. എടി ഇറങ്ങി പോകുന്ന നിനക്ക് നല്ലത്. താൻ എന്തോ ഈ പറയുന്നത്? അയ്യോ അടിക്കരുത്, അടിക്കരുത്. ഒഴിഞ്ഞു പോ. അത് പറയുന്നത് കേൾക്ക്. ഒഴിഞ്ഞു പോ. അടിക്കരുത്, ഒഴിഞ്ഞു പോ. അടിക്കില്ലത്. ഒഴിഞ്ഞു പോ. ഒരു 2 അടി കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇറങ്ങിപ്പോവും. ആ കാര്യം ഞാൻ ഏറ്റ്. സ്വാമി പറയുന്നത് കേൾക്ക്. അടിക്കില്ലടോ പറഞ്ഞു. അയ്യോ. പറഞ്ഞില്ലടോ. എടാ, പിടിച്ച് മാറ്റണോ? പിടിച്ച് മാറ്റണോ? പിടിച്ച് മാറ്റണോ? പിടിച്ച് മാറ്റണോ ഭ്രാന്ത? എടാ, ഒന്ന് മാറി. അയ്യത് പറഞ്ഞു. നീ അടി കൊണ്ടിട്ട് ഇവിടെ പട്ടി അണക്കിയത് പോലെ നടത്തോണ്ടേക്ക് വന്നു. ആരാണ് ചെന്ന്? ഞാൻ മന്ത്രം ഓർക്കുകയായിരുന്നു. മന്ത്രം എന്തിനാ കോർക്കുന്നേ? മന്ത്രം കോർക്കുകയല്ലോ, മന്ത്രം ഓർക്കുകയായിരുന്നു. അതൊന്നും പറ്റില്ല. പ്രജട പ്രജട ഘോര ഘോര. ഇവിടെ നിന്ന് കുറയ്ക്കാതെ അങ്ങോട്ട് ചെല്ല്. അവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് വാടാ, എടീ, ഇങ്ങോട്ട് വാടാ. ഇതെന്തുവാന്ന് മനസ്സിലായോ? എന്തുവാ ഇത്? കാന്താരി മുളക് അരച്ചത്. എന്തിനാ? ഇത് നിന്റെ കണ്ണി തേച്ച്, എന്റെ കണ്ണി തേച്ച്. അയ്യോ അയ്യോ ഓടി വായോ. എന്താ എടാ, സാമി? നോക്കിക്കൊണ്ട് നിൽക്കാതെ കുറച്ച് വെള്ളം എടുത്ത് മുഖത്തൊഴിക്കണോ? വെള്ളം അടിക്കാതെ വെള്ളം പറയണ്ടേ. ഒഴിക്കാതെ എന്റെ കണ്ണ്. അയ്യോ എടോ നോക്കിക്കൊണ്ട് നിൽക്കാതെ പിടിച്ച് കെട്ടണോ? പിടിച്ച് കെട്ടി. ആദ്യം അങ്ങോട്ടാ. നിനക്ക് ഒഴിപ്പിക്കണം അല്ലടാ. ഒഴിപ്പിക്കണം. അത് ശരി. ബാധ ഒഴിപ്പിക്കുവാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് മാജിക്ക് കാണിക്കുക. എവിടെ അയാള്? എവിടെ പോയാള്? എവിടെ പോയി? തോണ്ടിരിക്കുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. മൈക്രോ ഫിനാൻസുകാർ പോയെന്നാ പറയുന്നത്. ഞാൻ പോയിട്ട് വരാം. അവിടെ നിൽക്കാം. വാടാ ഇവിടെ. ഇങ്ങോട്ട് വാടാ. മുട്ടേ വരാൻ. ആളെ മനസ്സിലായോ? ഇല്ല. ചാക്കോ മാഷ്. ഏത്? പടികത്തില് ആണോ? മുട്ട ചെല്ലാൻ പറഞ്ഞു. എന്നാ ചെല്ലേ. മുട്ട ചെല്ലാം, അതൊന്നും ഒരു വിഷയമല്ല. മര്യാദക്ക് ഇങ്ങോട്ട് വാടാ. എന്റെ പൊന്ന് ചാക്കോ മാഷ്, ഓളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. കോമ്പസിന് കുത്തിയിട്ട് പോകാൻ ഞാൻ ആടുകോമല്ല. ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം. ഒഴിഞ്ഞു പോവോ? ഒഴിഞ്ഞു പൊക്കോളാന്ന്. അത് ശരി. ഇപ്പൊ എന്റെ മോടെ ദേഹത്തുനിന്ന് ബാധ ഒഴിപ്പിക്കാൻ വന്നിട്ട് നിന്റെ ദേഹത്തുനിന്നാണോ ഒഴിപ്പിക്കുന്നത്? അതല്ലത് സംഗതി വെളി വന്നു. എന്ത് ഞാൻ കണ്ടില്ലല്ലോ. അതല്ലോ കുറച്ച് ബാധ ഉണ്ടായിരുന്നു, അത് വെളിയിൽ പോയി. ഇനി പേടിക്കേണ്ട ഒരു കാര്യമില്ല. മൈക്രോ ഫിനാൻസ് അടക്കമുള്ള കാശ് തന്നു കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം. ഇങ്ങോട്ട് വാടാ. എന്റെ ദൈവമേ, ഞാൻ ഒഴിഞ്ഞ് പൊക്കോളാം. എന്റെ ലക്ഷ്യം വെച്ച് അറിയാതെ വന്ന് പെട്ടുപോയതാ. മൈക്രോ ഫിനാൻസുകാർ വീട്ടിൽ വന്ന് ഇരിപ്പോട്ട് ആ ബാധകൾ ഒരിക്കലും പോകത്തില്ല. അതാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. എടാ, നിന്നോട് ഞാൻ വന്നപ്പോഴേ പറഞ്ഞല്ലടാ എനിക്ക് ബാധയില്ല, ഒരു കുന്തമില്ലെന്ന്. നിനക്ക് മുമ്പ് 28 പേര് ഇവിടെ വന്നായിരുന്നു എനിക്ക് ബാധയുണ്ടെന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞു പറ്റിയെന്ന് നിനക്കറിയാമോ? ഈ നിൽക്കുന്ന എന്റെ അച്ഛനാ. എന്ന് വെച്ചാ ഒരു മകളായോണ്ട് പറയാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ അങ്ങ് പറഞ്ഞു പോവാ. ഇങ്ങാർക്ക് മുഴുത്ത വട്ടാടാ. എന്നാ ഞാൻ ലണ്ടൻ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ഞാനല്ലേ അവിടുത്തെ പ്രധാനമന്ത്രി. ഇനിയിപ്പൊ പോയാ ഫ്ലൈറ്റ് കിട്ടത്തില്ല, ട്രെയിനിന് പോകാം. നിങ്ങൾ അങ്ങോട്ടാ? ജംഗ്ഷനിലോട്ടാ. അങ്ങോട്ട് ഇറങ്ങിയാൽ ഞാൻ കയറിക്കോ. Kannan Devi Group presents West Zone Flowers Aka Ponnonakazha 2025.